ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് അവസാനമായിട്ട് കാണിച്ചത് സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് വക്കീലിനെ കാണാൻ വേണ്ടി പോവുകയും, വക്കീലാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതി ഈ കേസ് പിൻവലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാതൊരു കുഴപ്പം ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അതിനു വേണ്ടിയിട്ട് അമ്മയുമായിട്ട് സച്ചിയുടെ അടുത്തും രേവതിയുടെ അടുത്തും സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിലും അടുക്കില്ല എന്നുള്ള കാര്യം സച്ചിക്കും രേവതിക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അച്ഛനെ കൊണ്ട് പറയിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചിയും രേവതിയും കൂടി ചെന്ന് അച്ഛന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. അച്ഛന് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ വേണ്ടി ഇല്ല എന്നുള്ള കാര്യം ഓൾറെഡി രേവതിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് അച്ഛൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണ്. എന്തായാലും നമുക്ക് ഒന്നും കൂടി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് അച്ഛനോട് ഈ കാര്യം അവതരിപ്പിക്കുന്നത്. പക്ഷെ അതിന് പ്രത്യേകിച്ച് ഒരു മറുപടിയും കൊടുക്കുന്നില്ല. എന്നാ ഇവര് അച്ഛൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ സുധി കേൾക്കുന്നുണ്ട് കേട്ടോ. സുധിയാണെങ്കിൽ ഇടയിൽ കയറിയിട്ട് ഒരിക്കലും അവന്റെ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ അമ്മയുടെ അടുത്ത് പറയരുത്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ജയിൽ ശിക്ഷ അനുഭവിക്കണം. അവൻ എന്നാണോ തിരുത്തുന്നത് അതുവരെ അവൻ ജയിലിൽ കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇത് കേട്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും നിനക്കൊരാള് ജയിലിൽ കിടക്കുക എന്നുള്ള കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ തോന്നുക. സച്ചി മുമ്പ് ജയിലിൽ കിടക്കാനുള്ള കാരണം സുധിയാണല്ലോ. ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും സുധിയാണെങ്കിൽ വേഗം അവിടുന്ന് എസ്കേപ്പ് ആയിട്ട് പോകുന്നുണ്ട്. വീണ്ടും അച്ഛൻ അവൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കരുത്. അച്ഛൻ അമ്മയുടെ അടുത്ത് ഒന്ന് കേസ് പിൻവലിക്കാൻ വേണ്ടി പറയണം. ശരത്ത് ഇനി ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോവില്ല. അച്ഛൻ തന്നെ പറയാറുണ്ടല്ലോ, ഒരു കുടുംബത്തിന് നമ്മൾ എത്ര പണം കൊടുത്ത് സഹായിക്കുന്നതിനേക്കാളും ഉപരിയായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ആ കുടുംബത്തിലെ ഒരാൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ട് അവനെ മുന്നേറ്റിയിട്ട് ആ കുടുംബം മുന്നേറാൻ വേണ്ടിയിട്ട് അത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ എപ്പോഴും രവി പറയുന്ന വാക്കുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന്റെ മനസ്സലിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് പറയുന്നുണ്ട്. എന്നാൽ അതിന് ഇവർക്ക് മറുപടി ഒന്നും കൊടുക്കാതെ രവിയാണെന്നുണ്ടെങ്കിൽ നേരെ ചന്ദ്രയുടെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആദ്യം ചന്ദ്ര പറയുന്നത് ഞാൻ കേസ് പിൻവലിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷെ അവസാനമായിട്ട് ചന്ദ്ര ഒരു ഡിമാൻഡ് വെക്കുന്നുണ്ട് കേട്ടോ. കേസ് താൻ പിൻവലിക്കാം, പക്ഷേ സച്ചിയും രേവതിയും ആ വീട് വിട്ടിട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കേസ് പിൻവലിക്കാം എന്ന്. ഇതിൽ കൂടുതലായിട്ട് ചന്ദ്രയുടെ അടുത്ത് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് ഇറങ്ങുമ്പോഴാണ് ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അച്ഛൻ വന്നിരിക്കുന്നത് അമ്മയെ തിരികെ വിളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും എന്നെ തിരികെ വിളിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നിന്റെ അച്ഛൻ ആ പോക്കിട്ടുന്നവരുടെ കുടുംബത്തിന് വക്കാലത്ത് പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. എന്റെ അടുത്ത് കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് പറയാന്. അത് കേൾക്കുമ്പോഴേക്ക് രവിയാണെന്നുണ്ടെങ്കിൽ മാറി നിൽക്കട എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുവരെയുള്ള എപ്പിസോഡിന്റെ ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അച്ഛൻ പോയി കഴിഞ്ഞതിന് ശേഷം അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. കംപ്ലൈന്റ് പിൻവലിക്കാൻ വേണ്ടി പറഞ്ഞതിന് അമ്മ എന്ത് മറുപടിയെ കൊടുത്തതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. പറ്റില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിലും ഞാൻ എന്തിനാ കേസ് പിൻവലിക്കുന്നത്? അത് ശരിയാണ്, അമ്മ എന്തിനാ കേസ് പിൻവലിക്കുന്നത്? കാരണം അമ്മയുടെ കയ്യിൽ നിന്നല്ലേ അവൻ പണം എടുത്തോണ്ട് പോയത്. അമ്മ ഒരിക്കലും കേസ് പിൻവലിക്കാൻ വേണ്ടി പാടില്ല, അവനെ ചുമ്മാ വിടാൻ വേണ്ടി പാടില്ല. അമ്മ ഇപ്പൊ പാവം വിചാരിച്ച് കേസൊക്കെ പിൻവലിച്ചാലുണ്ടല്ലോ, ഒരുപക്ഷെ നാളെ അവൻ വീട്ടിലേക്ക് വന്നിട്ട് അമ്മയെ കത്തിയെടുത്ത് കുത്തിയിട്ട് കത്തി ഊരിക്കൊണ്ട് അവൻ അങ്ങ് പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ പേടിപ്പിക്കുകയാണേ. ഭയപ്പെടുത്തുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അമ്മ ഇങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സുധി നീ ഒന്ന് മിണ്ടാതിരിക്കെ. കേസ് പിൻവലിക്കാതിരിക്കുക ആന്റി തീരുമാനിച്ചെടുക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നമ്മള് അതിനാണോ വന്നത്? ആന്റിയെ തിരികെ കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. ആന്റി വാ ആന്റി നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് പറയുമ്പോൾ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ വരില്ല എന്നുള്ള മട്ട് തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. ആന്റി കേസൊന്നും പിൻവലിക്കണ്ട, ആന്റിക്ക് വീട്ടിലേക്ക് വന്നൂടെ? ആന്റി വീട്ടിലില്ലാത്തത് കൊണ്ട് അതൊരു വീടല്ല. ആ പൂക്കെട്ടുന്നവള് വീട്ടിലുള്ളിടത്തോളം കാലം ഞാൻ വീട്ടിലേക്ക് വരില്ല. ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൾ, ഏതെങ്കിലും ഒരാൾ മതി ആ വീട്ടില്. അമ്മേ ഞാനും അവർ രണ്ടുപേരെയും പിടിച്ച് പുറത്താക്കണം എന്നാ വിചാരിച്ചത്. അമ്മ ഇവിടെ ആയതുകൊണ്ട് അവർ നല്ല ജോളിയായിട്ട് ചുറ്റിക്കറങ്ങുവാണ്. ആ സച്ചിയെ കുത്തിരി പിടിച്ച് ഞാൻ പുറത്തിട്ടാലോ എന്ന് വിചാരിച്ചെന്നൊക്കെ പറയുമ്പോഴേക്കും എടാ വേണ്ടാത്ത പണിക്ക് നീ നിക്കല്ലേ. അതെന്താ അമ്മേ, അമ്മയ്ക്ക് പെട്ടെന്ന് സച്ചിയോട് സ്നേഹം തോന്നിയോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നുമല്ല, നീ അവനെ പിടിച്ച് പുറത്ത് തള്ളി കഴിഞ്ഞാലുണ്ടല്ലോ വെറുതെ അവന്റെ കയ്യിൽ നിന്ന് നീ മേടിച്ച് കെട്ടേണ്ടി വരും. ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കണ്ട. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഇതാണ് അവരെ പുറത്താക്കാനുള്ള ശരിയായിട്ടുള്ള ഒരു സന്ദർഭം. ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് അടം പിടിച്ചിരിക്കാനുണ്ട് ചന്ദ്ര അവിടെ. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടില് സച്ചിക്കാണെന്നുണ്ടെങ്കിൽ രേവതി ചായ എടുത്ത് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീകാന്ത് വർഷയും കൂടി വരുന്നുണ്ട്. രണ്ടുപേരും വാ ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞിട്ട് രേവതി പോകുമ്പോഴേക്കും ചേച്ചി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തിക്കൊണ്ട് വർഷ സോറി പറയുന്നുണ്ട്. എന്തിനെന്ന് രേവതി ചോദിക്കുമ്പോ രേവതി ചേച്ചിയുടെ അനിയൻ ചെയ്തത് തെറ്റാണ്, അതുകൊണ്ട് ശിക്ഷ കിട്ടണം എന്നുള്ള കാര്യം ഞാൻ വൺ സൈഡ് നിന്നുകൊണ്ട് പറഞ്ഞു.
എങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ശരത്ത് ചെയ്തത് തെറ്റ് തന്നെയാണല്ലോ എന്ന് തല ഇങ്ങനെ കുനിച്ചുകൊണ്ട് രേവതി പറയുന്നുണ്ട്. അല്ല രേവതി ചേച്ചി, ഞാനും ശ്രീകാന്തും കൂടി ചേർന്നിട്ട് സംസാരിച്ചപ്പോ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. ചേച്ചിയുടെ അനിയൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷെ അത് ചെയ്യിപ്പിച്ചത് ആന്റി അല്ലേ. അന്ന് ചേച്ചിയുടെ അനിയൻ ഇവിടേക്ക് വന്ന സമയത്ത് എന്തൊക്കെ ഇവിടെ നിന്ന് നടന്ന് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രീകാന്ത് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴാണ് എനിക്കും കാര്യം മനസ്സിലായത്. ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ശ്രീകാന്ത് വ്യക്തമായിട്ട് കാര്യങ്ങൾ ഇപ്പോഴാണ് പറഞ്ഞത്. ഇത് കേട്ട സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ നിനക്ക് മനസ്സിലായെന്ന്. ശരത്ത് ആന്റിയെ റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അത്രയ്ക്കും ആന്റി അവനെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്യുന്നതിനേക്കാളും വലിയ തെറ്റാണ് തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇപ്പോഴെങ്കിലും നിങ്ങൾ കാര്യം മനസ്സിലാക്കിയല്ലോ എന്ന് ഇത് കേട്ട സച്ചി പറയുന്നുണ്ട്. തുടർന്ന് ശ്രീകാന്ത് ആണെങ്കിൽ, സോറി ചേച്ചി, ആ സമയത്ത് ഞങ്ങൾ ചേച്ചിയെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കണമായിരുന്നു, പക്ഷെ അതിന് പറ്റിയില്ല. ഇതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ലൈഫിൽ എന്തൊരു കാര്യം 2 തവണ ആലോചിച്ചതിന് ശേഷം മാത്രമേ റിയാക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് ശ്രീകാന്ത് പോലീസ് സ്റ്റേഷനിൽ എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ടേ. അമ്മ കേസ് പിൻവലിച്ചാൽ മാത്രമേ ശരത്തിന്റെ മേല് ഒരു കേസും ഇല്ലാത്ത രീതിയിൽ അവനെ രക്ഷിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിന് അമ്മ കേസ് എങ്ങനെയാണ് സച്ചേട്ട പിൻവലിക്കുന്നത്? അതറിയില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അച്ഛൻ ആലോചിച്ചിട്ട് പോയിട്ട് സംസാരിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എത്രയൊക്കെ എതിർത്ത് സംസാരിച്ചാലും അച്ഛന്റെ വാക്കിന് അമ്മ വില കൊടുക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്തായാലും നോക്കാം എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും രവി തിരികെ വീട്ടിലെത്തുന്നുണ്ടേ. വന്ന ഉടനെ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ, അച്ഛൻ പോയിട്ട് അമ്മയെ കണ്ടോ എന്ന്. കണ്ട് സംസാരിച്ചടാ. എന്നിട്ട് അമ്മ എന്താ പറഞ്ഞത്? കേസ് പിൻവലിക്കാന്നുള്ള കാര്യം പറഞ്ഞോന്നൊക്കെ സച്ചി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ടേ. എന്നാ രവിയുടെ ആ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടിട്ട് പറ്റില്ല എന്നുള്ള കാര്യം അമ്മ പറഞ്ഞിട്ടുണ്ടാവുമല്ലേ, അത് അച്ഛന്റെ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ട് എന്ന് രേവതി പറയാണേ. അതേ രേവതി, അവള് കേസ് പിൻവലിക്കില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഞാനും അവളുടെ അടുത്ത് ഒരുപാട് സംസാരിച്ചു നോക്കി, പക്ഷെ കേൾക്കുന്നില്ല. അച്ഛൻ അത്രയും പറഞ്ഞിട്ടും അമ്മ കേട്ടില്ല എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യം കൊണ്ട് അവൾക്ക് എന്തെങ്കിലും നല്ലത് നടക്കും എന്നുണ്ടെങ്കിൽ മാത്രമേ അവൾ അത് കേൾക്കുള്ളൂ. ഇത് അവള് ആര് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കുന്ന മട്ടില്ല. വേറെ എന്തെങ്കിലും അമ്മ പറഞ്ഞോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട്. പതിവ് പോലെ തന്നെ അവള് കേസ് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഈ വീട് വിട്ടു പോകണം എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് പറയണേ. ഇത് കേട്ട ഉടനെ തന്നെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അതെന്താ വെച്ചാ അമ്മ അങ്ങനെ പറയുന്നത്? ഇവരെന്തിനാണ് പുറത്തു പോകുന്നത്? ഇവർ രണ്ടുപേരും എന്താ ഇവിടെ ജോലിക്ക് നിർത്തിയതൊറ്റാണോ? ജോലിന്ന് പിരിച്ചുവിടാൻ വേണ്ടിയിട്ട്? ഇതെന്താ അങ്കിള് ആന്റി ഇത്ര അഡമന്റ് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ള കാര്യം വർഷയും ചോദിക്കുന്നുണ്ട്. തുടർന്ന് രവിയാണെന്നുണ്ടെങ്കിൽ രേവതി എന്ന് വിളിച്ചുകൊണ്ട്, നീ വിഷമിക്കേണ്ട രേവതി, ഈ ഒരു വിഷയം വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരെയും ഇവിടുന്ന് പുറത്താക്കാനുള്ള പ്ലാനാണ് അവൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാ ഞാൻ അവളുടെ അടുത്ത് മുഖത്തടിച്ചതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവനോട് ഉള്ളിടത്തോളം കാലം നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ തന്നെ കാണുമെന്ന്. ചന്ദ്ര എന്തായാലും കേസ് പിൻവലിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഇനിയിപ്പോ അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് രവി അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണേ. രവി എഴുന്നേറ്റ് പോകുന്ന സമയത്ത് അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് സച്ചി അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്താ സച്ചി എന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ല അച്ഛ, അച്ഛൻ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങ് പറഞ്ഞു വിടുവാണേ. അമ്മ എന്തായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, ടൈം ഹീൽസ് എവറിത്തിങ്. എന്തായാലും കുറച്ച് ടൈം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ കാര്യങ്ങൾ റിയലൈസ് ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് വർഷ അങ്ങ് പോകുന്നുണ്ട്. ആ സമയത്ത് ശ്രീകാന്തും അതിന്റെ പുറകെ തന്നെ പോകുകയാണ്. സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് ആ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അമ്മ കേസ് പിൻവലിക്കില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് വക്കീലിന്റെ അടുത്ത് പറയുകയാണെ. ഇതെന്താ നിങ്ങളുടെ അമ്മ എന്താ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ, എന്റെ അമ്മ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാതിരിക്കുള്ളൂ സർ. ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോയി. ഇപ്പൊ അവര് അവരുടെ ഫ്രണ്ടിന്റെ വീട്ടിലാണുള്ളത്. ഇത് ഫാമിലി വിഷയമാണെന്നുള്ള കാര്യം അറിഞ്ഞത് കൊണ്ടാണ് പ്രശ്നം തീർക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാനും എത്തിയത്. ഇല്ലെങ്കിൽ നേരെ ഇത് കോർട്ടിൽ കൊണ്ടുപോയിട്ട് ഫയൽ ചെയ്യുമായിരുന്നു കേസ്. നിങ്ങളുടെ അമ്മ കേസ് പിൻവലിക്കുവാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ കൊണ്ട് ഒതുങ്ങുമായിരുന്നു. ഇല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപയാവും എന്നുള്ള കാര്യം പറയുകയാണേ. എന്ത് സാർ 5 ലക്ഷം എന്ന് ചോദിക്കുകയാണ് കേട്ടോ രേവതി. നിങ്ങളുടെ അനിയനുണ്ടല്ലോ, പോലീസ് കസ്റ്റഡിയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേസ് ഫയൽ ചെയ്തിട്ട് അവന് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. 1 വർഷം വരെ അവന് ശിക്ഷ കിട്ടാനുള്ള വകുപ്പുണ്ട്. എന്താ സാർ 1 വർഷം എന്ന് ചോദിച്ചിട്ട്, സാർ എന്താണ് ഞങ്ങളെ ഭയപ്പെടുത്താണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, ഞാൻ ഫാക്ട് എന്താണ് അതാണ് പറഞ്ഞത്. അങ്ങനെ നടക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് ചെലവാക്കിയേ പറ്റുള്ളൂ. രേവതി ഇതെല്ലാം കേട്ട് കരഞ്ഞോണ്ടിരിക്കുമ്പോൾ, രേവതി നീ സങ്കടപ്പെടല്ലേ, നമുക്ക് നോക്കാം എന്ന് പറയണേ. സർ വേറെ വഴിയൊന്നും ഇല്ലെന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത്, ഞാന് സാധാരണ ഒരു വക്കീലിനെ പോലെ കേസ് എടുത്തത് ജയിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല. 2 ഭാഗത്തെ ആൾക്കാരുടെയും ന്യായം കേട്ടിട്ട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ 2 പേർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ തീർക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്.
ഞാനൊരിക്കലും എനിക്ക് എത്ര പണം എന്നിൽ വരും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നോക്കാറില്ല എന്നൊക്കെ വക്കീൽ പറയുന്നുണ്ട്. സർ, ഇത് പൈസ കുറച്ച് കൂടുതലാണല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ, ഇത് നോക്ക്, മോഷണ കേസിൽ അകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, 1 വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും മോഷണവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കേസ് വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ അനിയനെ കൂട്ടിക്കൊണ്ടു പോകും. ഇതൊന്നും അതോട് കൂടിയിട്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല. പണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സമ്പാദിച്ചിട്ടുണ്ടാക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ലൈഫ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് തിരികെ കിട്ടില്ലല്ലോ. സാറ്, കുറച്ച് സമയം തരണം, ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് സച്ചി പറയുന്നുണ്ട്. കാരണം 5 ലക്ഷം രൂപ അറേഞ്ച് ചെയ്യണമല്ലോ. സമയം എടുക്കുന്തോറും ഇതിന്റെ കോംപ്ലിക്കേഷൻസ് കൂടി വരുള്ളൂ. കാരണം മോഷണ കുറ്റത്തിന്റെ പോലെ തന്നെ ഒളിവിൽ പോയതിനും കേസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ശിക്ഷ കൂടുതലായിട്ട് കിട്ടുകയാ ചെയ്യുക. സമയം എടുക്കുന്തോറും റിസ്ക് ആണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോളാൻ പറയുന്നുണ്ട്. ഓക്കെ സാർ, ഞങ്ങൾ പണം റെഡിയാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പുറത്തിറങ്ങിയ ഉടനെ തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, നമ്മൾ ഈ പണം എങ്ങനെ അറേഞ്ച് ചെയ്യുക എന്നുള്ള കാര്യം. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. കാര്യത്തിന് തേടിയിട്ട് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും പോലീസ് അവനെ താമസിപ്പിച്ച് ഇടത്ത് എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പണം എത്രയും വേഗം തന്നെ അറേഞ്ച് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ സച്ചിയും. കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ദേവുനെയും അതുപോലെ തന്നെ ലക്ഷ്മിയെ അറിയിക്കുന്നുണ്ട് കേട്ടോ രേവതി. കാരണം 5 ലക്ഷം രൂപ ഉണ്ടായാൽ മാത്രമേ ശരത്തിനെ രക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ കേസ് പിൻവലിക്കില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോ അതിനു വേണ്ടിയിട്ടും സച്ചി നെട്ടോട്ട് ഓടണല്ലോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ ലക്ഷ്മി ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് ദേവുവിന്റെ അടുത്ത് ഈ കാര്യം കേൾക്കുമ്പോൾ പറയുന്നത്. തുടർന്ന് സച്ചിയാണെന്നുണ്ടെങ്കിൽ പണം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി കാറ് ഡ്യൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അയാളെ വീണ്ടും പോയിട്ട് കാണുന്നുണ്ട്. പണം കെട്ടി തീരാൻ ആയതുകൊണ്ട് തന്നെ 1,75,000 രൂപയാണ് ആ കാറിന്റെ മേലിൽ ഇനി പണം തരാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ, സാർ എനിക്ക് 5 ലക്ഷം രൂപയോളം വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാറ് വിൽക്കേണ്ടി വരും. സാർ, എന്റെ ജീവിതമാർഗം തന്നെ കാറല്ലേ, അതെങ്ങനെ ഞാൻ വിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ കാറിന് ഇത്രയും വാല്യൂ ഉള്ളൂ, അതുകൊണ്ട് അതേ തരാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറയുകയാണ്. സാർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാർ ഒരു 2 ലക്ഷം രൂപ റൗണ്ടാക്കി തരാൻ പറയുന്നുണ്ട്. റൗണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മളെന്താ പിക്ചർ എന്തെങ്കിലും വരച്ച് കളിക്കുകയാണെന്നൊക്കെ അയാൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സാർ, കറക്റ്റായിട്ട് പണമൊക്കെ കിട്ടുന്നല്ലേ സച്ചിയുടെ ഫ്രണ്ടും അതുപോലെ തന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവസാനം അയാൾ ഒരു 2 ലക്ഷം രൂപ തരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പേപ്പറിലൊക്കെ സൈൻ ചെയ്ത് കൊടുത്തിട്ട് 2 ലക്ഷം രൂപയുമായിട്ട് സച്ചി അവിടുന്ന് ഇറങ്ങുവാണേ. സച്ചി പണം മേടിച്ചിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ ബാക്കി പണത്തിന് എന്ത് ചെയ്യും എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചിയുടെ ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു 25,000 രൂപ കയ്യിലുണ്ട്, അതെടുത്ത് കൊടുക്കുന്നുണ്ട്. നിനക്ക് ഒരുപാട് ചെലവുള്ളതല്ലേ, കയ്യിൽ വെച്ചോന്നൊക്കെ പറയുമ്പോൾ, ഇത് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അറേഞ്ച് ചെയ്തതാണ്, നീ വെക്കുക എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് സച്ചിയുടെ കയ്യിൽ കൊടുക്കുവാണ്. ബാക്കി പണം ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാം, അതിനു മുമ്പ് രേവതി എവിടെയുള്ളതെന്നുള്ള കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്ത് നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് രേവതിയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ പൂക്കടയിലാണ് കേട്ടോ. 2.25 ലക്ഷം രൂപ അറേഞ്ച് ചെയ്ത കാര്യത്തെക്കുറിച്ച് സച്ചി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രേവതിയുടെ അരികിലേക്ക് സച്ചി വരാ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സച്ചി ഫോൺ വെക്കുന്നത്. അപ്പോഴേക്കും രേവതിയുടെ അമ്മയും രേവതിയും അതുപോലെ ദേവും കൂടി ചേർന്നിട്ട് അച്ഛന്റെ കരിമ്പ് മെഷീൻ ഉണ്ടല്ലോ അത് ഒരാൾക്ക് വിൽക്കാണ്. ഏകദേശം 7,000 രൂപയോളാണ് കേട്ടോ കിട്ടിയത്. അത് പൈസ കൊടുത്തിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട്. പോകുന്ന സമയത്ത് അച്ഛനെ എപ്പോഴും ഓർക്കുന്നതായിരുന്നു. അത് കണ്ടോണ്ടിരിക്കുമ്പോൾ ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് അച്ഛൻ അവിടെ നിന്നിട്ട് ജോലി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഓർമ്മ വരുന്നതെന്നൊക്കെ രേവതിയും ഭയങ്കര വിഷമത്തോടു കൂടി പറയുമ്പോൾ, എനിക്കും ഇഷ്ടമുണ്ടായിട്ടല്ലല്ലോ, പക്ഷെ പണത്തിന്റെ ആവശ്യം വരുമ്പോൾ നമുക്ക് വേറൊരു മാർഗ്ഗം ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആ മെഷീൻ കൊടുത്തു വിടുന്നത്. അവരാണെന്നുണ്ടെങ്കിൽ വണ്ടിയിലേക്ക് കയറ്റുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടൊക്കെ കയറ്റുന്നത്. ചേട്ടാ നോക്കിയും കണ്ടൊക്കെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം പറയാൻ കേട്ടോ. കാരണം സ്വന്തം അച്ഛന്റെ ആ ഒരു ഇതാണല്ലോ, അപ്പൊ അതിനോടുള്ള ആ ഒരു സെന്റിമെന്റ്സ് ആണ് രേവതിക്ക്. എന്നാൽ ഇത് നിങ്ങൾ വിറ്റ് കഴിഞ്ഞു, ഇത് ഞങ്ങളുടെ സാധനമാണ്, ഇനി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ലക്ഷ്മിയാണെങ്കിൽ രേവതി നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് പിടിച്ചോണ്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വരുന്ന സമയത്ത് കരിമ്പ് മെഷീൻ കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇതെന്തിനാ രേവതി കരിമ്പ് മെഷീൻ കയറ്റിക്കൊണ്ടിരിക്കുന്നത്, ഇത് വിറ്റോന്ന് ചോദിക്കുന്നുണ്ട്. വേറെ വഴിയില്ലായിരുന്നു സച്ചിയുടെ വീട്ടിലുള്ള സ്വർണം ഇതെല്ലാം വിറ്റ് കുറച്ച് കാശ് കിട്ടി, അതും തികയില്ലല്ലോ, അതുകൊണ്ടാണ് ഇത് കൊടുത്തത് എന്ന് കരുതിയിട്ട് ഇത് ജീവിതമാർഗമല്ലായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അച്ഛന്റെ ഓർമ്മ വരും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അല്ലേ പറയാറെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. ഇതില്ലെങ്കിലും ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇല്ലാതിരിക്കോ സച്ചി? ഇത് ഇവിടെ ഉണ്ടെങ്കിലും ഒരിക്കലും രേവതിയുടെ അച്ഛൻ തിരികെ വരുമൊന്നുമില്ലല്ലോ. ഇപ്പോ ശരത്തിന്റെ ജീവിതമല്ലേ നമുക്ക് പ്രധാനം. അവര് വണ്ടിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പോകുമ്പോഴേക്കും സച്ചിയാണെങ്കിൽ തടഞ്ഞു നിർത്തിയിട്ട് മെഷീൻ താഴെ ഇറക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളിതിപ്പോ മേടിച്ചതാണ്, നിങ്ങൾ എത്ര രൂപയ്ക്കാണ് മേടിച്ചത്? 7,000 രൂപയ്ക്ക്. അത് ഞാൻ തരാം എന്ന് പറഞ്ഞ് സച്ചി അത് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ മേടിച്ചുള്ളൂ, അപ്പോഴേക്കും നിങ്ങൾ താഴെ ഇറക്കാൻ വേണ്ടി പറയണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് വേറൊരു മെഷീൻ അല്ല, എന്റെ അമ്മായിയപ്പന്റെ ഓർമ്മയ്ക്കുള്ളതാണ്, അതുകൊണ്ട് ഇതൊരിക്കലും ഞങ്ങൾ വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇത് നിങ്ങളുടെ 7,000 രൂപ, മര്യാദയ്ക്ക് മെഷീൻ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവരാണെന്നുണ്ടെങ്കിൽ മെഷീൻ താഴെ ഇറക്കി വെച്ചിട്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്തിനാ സച്ചിമോനെ അത് തിരികെ മേടിച്ചത് പണം കൊടുത്തിട്ട്? നിങ്ങളടുത്ത് ആരാ ഇത് ആദ്യം വിൽക്കാൻ വേണ്ടി പറഞ്ഞെന്ന് സച്ചി ഭയങ്കര ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. ചേട്ടനെ കഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് ദേവ് ഇങ്ങനെ തുടങ്ങുമ്പോഴേക്കും വഴിയിൽ പോകുന്നവർക്ക് ഒരു കഷ്ടപ്പാട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സഹായിക്കുന്നവരാണ് ഈ സച്ചി. ആ സച്ചി സ്വന്തം അളിയന് വേണ്ടിയിട്ട് സഹായം ചെയ്യില്ലെന്ന് ചോദിക്കുവാണേ. നിങ്ങൾ എന്താണ് അമ്മേ, എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്നാണോ വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോൾ
അയ്യോ സച്ചിമോനെ, അതുകൊണ്ടല്ല. എന്തിനാണ് ഞങ്ങളുടെ ഭാരം നീ ചുമക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കൊരിക്കലും അത് ഭാരമായിട്ട് തോന്നിയിട്ടില്ല. അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. ഇത് വിറ്റ് കളഞ്ഞിട്ട് നിങ്ങൾ ഇരുന്ന് കരയാൻ വേണ്ടിയിട്ടാണോ? എന്തൊക്കെ കഷ്ടപ്പാട് വന്നു കഴിഞ്ഞാലും ഒരിക്കലും ഇത് നിങ്ങൾ വിറ്റ് കളയരുത്. രേവതി, ഇവരെന്തോ മണ്ടത്തരം ചെയ്യായിരുന്നു, ഇതെല്ലാം നീയും നോക്കിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പണം ആവശ്യമുള്ളതുകൊണ്ടല്ലേ സച്ചേട്ടാ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ അറേഞ്ച് ചെയ്യാം. തുടർന്ന് ഒരു സ്വർണ്ണമൊക്കെ വിറ്റ കുറച്ച് പൈസ ഉണ്ട് കേട്ടോ, അത് സച്ചിക്ക് നേരെ നീട്ടുവാണ്. ആഭരണങ്ങളൊന്നും വിൽക്കുന്ന സമയത്ത് എനിക്കൊരു വിഷമം തോന്നിയില്ല. പക്ഷെ അത് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഇപ്പൊ അമ്മയ്ക്ക് തന്നെ മനസ്സിലായില്ലേ, ഇത് ഒരാളുടെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന സാധനമല്ലേ, ഒരിക്കലും വിൽക്കരുത്. തുടർന്ന് സച്ചിയുടെ കയ്യിലേക്ക് പണം കൊടുക്കുന്നുണ്ട്. പണം നോക്കിയതിന് ശേഷം സച്ചി വെക്കുന്നുണ്ട്, എന്തിനാണ് ചെയിനൊക്കെ കൊണ്ടുപോയി വിറ്റ് എന്നുള്ള കാര്യം. എല്ലാ കഷ്ടവും സച്ചിമോൻ ഒറ്റയ്ക്ക് താങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ദേവുവിന്റെ ശമ്പളത്തിന്റെ കാശും എല്ലാം കൂടി ചേർത്തിട്ട് 1.5 ലക്ഷം രൂപ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് കൊടുത്തത്. ദേവു, നീ ഇപ്പോൾ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ആരംഭിച്ചതല്ലേ ഉള്ളൂ, നിനക്ക് നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് വെച്ചുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കതിന് മാത്രം എന്താവശ്യമാണ് സച്ചേട്ട ഉള്ളത്? എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ഞാനും ചെയ്യണ്ടേ? എന്തായാലും ഒരു നാള് കഷ്ടതകളൊക്കെ മാറും. ഇപ്പൊ മൊത്തത്തിൽ എത്ര പണം ഉണ്ടെന്ന് ചോദിക്കുകയാണ്. 2.25 ലക്ഷം രൂപ സച്ചിയുടെ കയ്യിലുള്ളതും പിന്നെ 1.5 ലക്ഷം രൂപേന്റെ അടുത്ത് അമ്മ കൊടുത്തതുകൊണ്ട് 3,65,000 രൂപേന്റെ അടുത്തുണ്ട്. ബാക്കി പണം എങ്ങനെയെങ്കിലൊക്കെ അറേഞ്ച് ചെയ്യാം. വാ രേവതി എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടിയിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ സച്ചിൻ രേവതിയും കൂടി വീട്ടിലെത്തിയതിന് ശേഷം അവര് കുഞ്ചിക്കകത്ത് കുറച്ച് പൈസ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം കൂടി ചേർത്തിട്ട് 4,30,000 രൂപേന്റെ അടുത്തിട്ട് ആയിട്ടുണ്ട്. പിന്നെ ബാങ്കിലും കുറച്ച് പണമുണ്ട്. എങ്കിലും 5 ലക്ഷം രൂപ തികയില്ല കേട്ടോ. ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിൽ സ്വന്തം വണ്ടി വിറ്റാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ സച്ചി ഒരു അടി കൊടുത്തിട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ കാറ് വിൽക്കാൻ വേണ്ടിയിട്ട് അറിയില്ലായിരുന്നോ? നമ്മുടെ വണ്ടി കൊണ്ടാണ് നമ്മുടെ ജീവിത മാർഗം. അത് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ള കാര്യത്തെ കുറിച്ച് ഓർത്തിട്ട് സച്ചിയുടെ നെഞ്ചിൽ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട് രേവതി. അപ്പോഴേക്കും രവി അങ്ങോട്ടേക്ക് സച്ചി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വരുന്നുണ്ട്. അച്ഛൻ എന്തായാലും ഈ കാര്യം ഒന്നും അറിയണ്ട എന്ന് പറഞ്ഞിട്ട് പണമൊക്കെ മറച്ചു വെച്ചിട്ടാണ് കേട്ടോ അച്ഛന്റെ അരികിലേക്ക് രണ്ടുപേരും കൂടി പോകുന്നത്. എന്താ നിങ്ങൾ ഉറങ്ങിയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞങ്ങളിങ്ങനെ നാളത്തെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കായിരുന്നു എന്ന് പറയുന്നുണ്ട് രേവതി. അത് കഴിഞ്ഞ് പോക്കറ്റിൽ നിന്ന് പണം എടുത്തിട്ട് സച്ചിക്ക് നേരെ നീട്ടുന്നുണ്ട്. ഇതെന്തിനാ അച്ഛ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചെറുപ്പത്തിൽ നിങ്ങൾ കഷ്ടതകൾ അറിയരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പല കാര്യങ്ങളും മറച്ചു വെക്കുമായിരുന്നു. ഇന്ന് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടതകൾ ഞാൻ അറിയരുതെന്ന് വിചാരിച്ചിട്ട് മറച്ചു വെക്കുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് പണത്തിന്റെ ആവശ്യമുണ്ടെന്ന്. ഇതില് 35,000 രൂപയുണ്ട്, ഇത് വെച്ചോളാൻ വേണ്ടി പറഞ്ഞിട്ട് നീട്ടുവാണേ. അച്ഛന്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കും രേവതിയും സച്ചി മുഖത്തോട് മുഖം നോക്കുവാണേ. അച്ഛൻ വേണ്ട അച്ഛൻ, അത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ വാങ്ങിക്കാനല്ലേടാ പറഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞിട്ട് പണം കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുവാണ് കേട്ടോ സച്ചിയുടെ. പണം കൊടുത്ത് രവി അങ്ങ് പോകുമ്പോഴേക്കും അച്ഛ ഒരുപാട് നന്ദി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് കൈകൂപ്പാണ് കേട്ടോ രേവതി. നിന്റെ കുടുംബം എന്റെ കുടുംബം അങ്ങനെ വേറെയൊന്നുമില്ല, എല്ലാം ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ രവി. ഒരു ദിവസം രാവിലെ തന്നെ സച്ചിയും അതുപോലെ രേവതിയും കൂടി ചേർന്നിട്ട് വക്കീലിന്റെ അടുത്ത് പണം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ അവർ ചേർത്തതും എല്ലാം കൂടി എടുത്തിട്ട് 4,70,000 രൂപയേ ഉള്ളൂ കേട്ടോ. ആ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. രേവതിയാണെന്നുണ്ടെങ്കിൽ പണം അറേഞ്ച് ചെയ്തത് എങ്ങനെയാന്ന് പറയുകയാണേ. കാറ് വെച്ച് ലോൺ എടുത്തു, അതുപോലെ തന്നെ കയ്യിലുണ്ടായിരുന്ന സ്വർണങ്ങളെല്ലാം വിറ്റു. പിന്നെ ഞങ്ങൾ ശേഖരിച്ചു വെച്ച പണവും ബാങ്കിലുള്ളതും അതുപോലെ ഫ്രണ്ട്സിന്റെ അടുത്തും ഒക്കെ മേടിച്ചിട്ടാണ് ഇത്രയും പണം അറേഞ്ച് ചെയ്തത്. പണം കുറഞ്ഞതിന്റെ പേരിൽ ഒരിക്കലും സാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കരുതെന്ന് സച്ചിയും പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ദിവസം കാർ ഓടിക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ 25,000 രൂപ ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് സാറിന് കൊണ്ടുതരും. അതൊന്നും കുഴപ്പമില്ല, താൻ തരാന്നുള്ള കാര്യം പറഞ്ഞല്ലോ, തന്നെ എനിക്ക് വിശ്വാസമാണോ എന്ന് സച്ചിയുടെ അടുത്ത് പറയാണ് കേട്ടോ. എന്തായാലും പണം തന്നല്ലോ, അതോടുകൂടി കേസ് തീർന്നു എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചോളൂ. അതെങ്ങനെ സർ കേസ് തീരുന്നത്? എന്റെ അമ്മയെ കൊണ്ട് കേസ് പിൻവലിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അതൊക്കെ സച്ചി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരെ കൊണ്ട് എങ്ങനെ കേസ് പിൻവലിക്കണം എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്രയൊക്കെ കേട്ടിട്ടും അവർക്ക് ചന്ദ്രമതിയുടെ കാര്യം ആയതുകൊണ്ട് വിശ്വാസം വരുന്നില്ല കേട്ടോ. വക്കീലിന്റെ വിശ്വാസത്തിന് പുറത്ത് മാത്രമാണ് അവർ സംസാരിക്കുന്നത്. സർ, ഇത്രയും പണം തന്നെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അറേഞ്ച് ചെയ്തത്. ഇതിൽ കൂടുതൽ പണം അറേഞ്ച് ചെയ്യാനുള്ള കഴിവുമില്ല, അത്രയ്ക്ക് മനസ്സിന് കട്ടിയുമില്ല. ദയവിത് സർ എങ്ങനെയെങ്കിലും ശരത്തിനെ രക്ഷിച്ചു തരണമെന്ന് കൈകൂപ്പിയിട്ട് അപേക്ഷിക്കുകയാണ്. ഇത് കേട്ട വക്കീലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളടുത്ത്, നിങ്ങളുടെ അനിയൻ എന്തായാലും ഇനി സേഫ് ആണ്. എന്നെ വിശ്വസിച്ച് വന്നവരെ ഞാൻ ഒരിക്കലും കൈവെടില്ല. എന്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിളിക്കാം. ശരി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അവര് പോയി കഴിഞ്ഞതിന് ശേഷം വക്കീലാണെങ്കിൽ കൂടുതൽ ആളെടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ആ ചന്ദ്രയെ കുറിച്ചിട്ട് അന്വേഷിച്ചോ എന്നുള്ള കാര്യം. സർ, അന്വേഷിച്ചു. അവരെ വീട്ടിലെ 2 മരുമക്കളാണ് ഉള്ളത്, അതും 2 പേരും പണക്കാരെ വീട്ടിലെ. അതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് മാത്രമേ ആ സ്ത്രീ എപ്പോഴും സംസാരിക്കത്തുള്ളൂ. അവര് കുറച്ച് മണി മൈൻഡഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായി. അവരിപ്പോൾ എവിടെ താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഫ്രണ്ടിന്റെ വീട്ടിലാണെന്നുള്ള കാര്യം
ചന്ദ്രയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വക്കീൽ ഓൾറെഡി അന്വേഷിച്ചിട്ട് ചന്ദ്രയുടെ വീക്ക് പോയിന്റിൽ പിടിച്ചും കൊണ്ടാണ് കേട്ടോ ഇനി കേസ് പിൻവലിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അവരെ ഫോൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുത്തണോ എന്നുള്ള കാര്യം കൂടെ നിൽക്കുന്ന ആൾ ചോദിക്കുമ്പോൾ വേണ്ട നമുക്ക് അങ്ങോട്ടേക്ക് പോവാ എന്ന് പറയാണേ. തുടർന്ന് വക്കീലും അതുപോലെ കൂടെയുള്ള ആളും കൂടി ചേർന്നിട്ട് ഭാമയുടെ വീട്ടിലെത്തുവാണ് ചെയ്യുന്നത്. ഭാമ ചെന്ന് കഥക് തുറക്കുമ്പോൾ ചന്ദ്ര ഇല്ലേന്നാ ചോദിക്കുന്നത്. ചന്ദ്രയെ നിന്നെ തേടിയിട്ട് രണ്ടുപേര് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്നെ തേടിയിട്ട് ഇങ്ങോട്ട് ആര് വരാണെന്നാണ് ചന്ദ്ര ചോദിക്കുന്നത്. അവരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളാണോ ചന്ദ്ര എന്നുള്ള കാര്യം വക്കീൽ ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ ലോയറാണ്, അദ്ദേഹത്തിന്റെ പേരും പറയുന്നുണ്ട്, നിങ്ങളടുത്ത് കുറച്ച് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. വക്കീൽ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ബന്ധുക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന്. ബന്ധുക്കാരെന്നുള്ള കാര്യം കേൾക്കുമ്പോഴേക്ക് ശ്രുതിയുടെ അച്ഛനെ കുറിച്ച് മാത്രമേ നമ്മുടെ ചന്ദ്രയ്ക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. അവരല്ല എന്നും നിങ്ങളുടെ മരുമകളിലെ രേവതി അവരെന്റെ ബന്ധുക്കളൊന്നുമല്ല, അവരൊന്നും എന്റെ ബന്ധുക്കളല്ല എന്നൊക്കെ പറയാണ് കേട്ടോ വക്കീലിന്റെ അടുത്ത്. നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, ആദ്യം നിങ്ങൾ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ ഇരുത്തുന്നുണ്ട്. തുടർന്ന് വക്കീലാണെങ്കിൽ ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ ശരത്തിന്റെ മേലെ കേസ് കൊടുത്തില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും മോഷ്ടാവിന്റെ പേരിൽ കേസ് കൊടുക്കാതെ പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് ചന്ദ്ര. ഫസ്റ്റ് ടൈം അവൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അന്നേ അവനെ പിടിച്ചിട്ട് ഉള്ളിൽ ഇടേണ്ടതായിരുന്നു, പക്ഷെ ഞങ്ങൾ അറിയാതെ പോയി. എന്റെ ഭർത്താവാണെങ്കിൽ എല്ലാവരും വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ വിശ്വസിച്ചിട്ടാണ് ഒരുത്തിയെ ഞങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് നല്ല വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് നോക്കണമായിരുന്നു. പക്ഷേ ആ കുടുംബത്തിന്റെ ഗതികേടൊക്കെ കണ്ടിട്ട് എന്റെ ഭർത്താവാണെന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ വിളിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതിനിടയ്ക്ക് നമ്മുടെ വക്കീലിന്റെ കൂടെ വന്നിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ സർ ഞാൻ പറഞ്ഞില്ലേ ഇവര് പണത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. അങ്ങനെ അവരിങ്ങനെ കുശുകുശുക്കുന്നത് കാണുമ്പോൾ അവരെന്താ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രയും ഭാമയും. ഒന്നുമില്ല, കേസിനെ കുറിച്ചുള്ള ഒരു കാര്യം പറഞ്ഞത്. കാശും പണമൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികളുണ്ട്. അതിനു വേണ്ടിയിട്ട് കല്യാണം കഴിച്ചിട്ട് പണം കിട്ടണമെന്ന് വിചാരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അവൾ തന്നെ ഒരു കഴിവില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നതാണ്, അല്ലാതെ അവരുടെ വീട്ടിൽ നിന്ന് പണം കൊണ്ടുവരുന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ വീട്ടിലുള്ള പണമായിട്ട് അങ്ങോട്ട് പോകാനാണ് അവൾ ശ്രമിക്കുന്നത്. ഒരു വകയും പരഗതിയും ഇല്ലാത്ത അവനാണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്നിട്ട് പണം മോഷ്ടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ചെയ്ത അവന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ്? നിങ്ങളുടെ വികാരമൊക്കെ എനിക്ക് മനസ്സിലാകും. ആ പയ്യൻ ജയിലിലേക്ക് പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭം കിട്ടാനാണ്? അതും പോരാത്തതിന് ആ പയ്യൻ മോഷ്ടിച്ച പണമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് തിരികെ കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് കേസൊന്നും മാത്രമേ നിലനിൽക്കില്ല. ജഡ്ജാണെന്നുണ്ടെങ്കിൽ അവന്റെ പ്രായം മാനിച്ചിട്ട് അവന് ചെറിയ ശിക്ഷ എന്തെങ്കിലും കൊടുക്കുകയുള്ളൂ. അതുമാത്രമല്ല ഇത് ഫസ്റ്റ് കേസല്ലേ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ പയ്യന്റെ കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് അവരാണെന്നുണ്ടെങ്കിൽ ശിക്ഷയൊന്നും നൽകാതെ വെറുതെ വിടാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെയാണ് മോഷണം ചെയ്ത ആളെ ജയിലിലിടാതെ വെറുതെ വിടുന്നത്? ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നാട്ടിൽ മോഷണം കൂടിക്കൊണ്ട് വരുന്നതെന്നൊക്കെയാണ് ചന്ദ്ര പറയുന്നത്. അവനൊരു പ്രൊഫഷണൽ ക്രിമിനൽ ഒന്നുമല്ല, നിങ്ങൾ അവനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേശത്തിൽ ഒരാളെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അവനും വെറുതെ വിടുമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഇത് നിങ്ങളുടെ ഫാമിലി സംബന്ധമായിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ജഡ്ജി ഇതെല്ലാം പരിഗണിക്കും. ഇനിയിപ്പോ അങ്ങനെ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 1-2 മാസം അവനെ റിമാൻഡ് ചെയ്യും, അത്രേ ഉള്ളൂ. അതെങ്കിലും നടക്കുമല്ലോ. അവൻ ജയിലിൽ പോകണം, എനിക്കത് കാണണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ ചന്ദ്ര. അവൻ ജയിലിലേക്ക് പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭമാണുള്ളത്? കേസ് നിങ്ങൾ പിൻവലിക്കുകയാണെന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ അങ്ങനെ പിൻവലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ ലാഭം എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര. ലാഭമുണ്ട് നിങ്ങൾക്ക്. കേസ് നിങ്ങൾ പിൻവലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പണം തരാം. ഇത് കേട്ടിട്ട് ചന്ദ്ര ഇങ്ങനെ ഷോക്കായിട്ട് പോലെ ഇങ്ങനെ നിൽക്കുവാണ്. നിങ്ങൾ എന്തിനാണ് എനിക്ക് പണം തരുന്നതെന്ന് ചോദിച്ചിട്ട് ഉരുളുകയാണ് കേട്ടോ. നിങ്ങളായാലും ശരി, അതുപോലെ ശരത്തിന്റെ കുടുംബമാണെങ്കിലും ശരി, രണ്ടുപേരും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരല്ല. അതുകൊണ്ട് കേസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകേണ്ട കാര്യമില്ല. അവനാണോ നല്ലവൻ? അവൻ എന്നെ തള്ളിയിട്ടിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ ശരി, നിങ്ങൾക്ക് രണ്ടുപേർ കുടുംബത്തിനും ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ കാര്യങ്ങൾ ഞാൻ സോൾവ് ചെയ്ത് തരാം. കാരണം ഞാൻ ന്യായമായിട്ട് നടക്കുന്ന ആളാണ്. അതുപോലെ ശരത്തും പഠിക്കുന്ന പയ്യനല്ലേ. ജയിലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പഠിപ്പും പോകും. പഠിപ്പ് പോകട്ടെ, എനിക്കിപ്പോ എന്താ പ്രശ്നം എന്ന് ചോദിക്കാനോട്ടോ ചന്ദ്ര. അവരുടെ കുടുംബത്തെ കുറിച്ചിട്ടും നിങ്ങൾ കുറച്ച് ആലോചിക്കണം. അവര് പാവങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരെ ജഗജാല കില്ലാടികളാണ്. ശരത്തിന്റെ പഠിപ്പും മുടങ്ങാൻ വേണ്ടി പാടില്ല. നിങ്ങൾക്ക് ന്യായവും കിട്ടണം. നിങ്ങൾ കേസ് പിൻവലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പഠിപ്പിനെയും ബാധിക്കില്ല. അതുപോലെ നിങ്ങൾക്ക് ന്യായമായിട്ട് പണവും കിട്ടും. ഇത് കേട്ടിട്ട് ചന്ദ്ര പ്രത്യേകിച്ച് ഒന്നും മിണ്ടുന്നില്ല. ഭാമയാണെന്നുണ്ടെങ്കിൽ എങ്ങനെങ്കിലും കേസ് പിൻവലിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അവര് പറയുന്നത് കേട്ടില്ലേ, കേസ് പിൻവലിക്കാൻ വേണ്ടി നോക്ക്. ആ പയ്യനാണെങ്കിൽ പഠിക്കുന്നവനല്ലേ, അവന്റെ പഠിപ്പും പോവില്ലല്ലോ. പിന്നെ അടുത്തതായിട്ട് ചന്ദ്ര വയ്ക്കുന്നതേ പണം കിട്ടുന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അല്ല, എത്ര കിട്ടുന്നു ചോദിക്കുകയാണേ. 50,000 എന്ന് പറയുന്ന സമയത്ത് അത്രേ ഉള്ളൂ. അത് വെച്ചിട്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനെന്ന് ചോദിക്കുകയാണ് ചന്ദ്ര. അങ്ങനെയാണെങ്കിൽ ഞാൻ 1 ലക്ഷം മേടിച്ചു തരാന്ന് വക്കീൽ പറയുന്നുണ്ട്. 1 ലക്ഷോ? അത് വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിക്കുകയാണെ. 2 ലക്ഷം എന്ന് പറയുന്നുണ്ട്.
നോക്കാം, ശരി അത് ഫൈനലൈസ് ചെയ്യാന്നുള്ള കാര്യം വക്കീല് പറയുവാണേ. ചന്ദ്ര വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയതാ. ഇനി പണം കിട്ടുക എന്നുള്ള കാര്യം കേട്ടപ്പോഴേക്കും ചന്ദ്ര ആകങ്ങ് ഫ്ലാറ്റ് ആവുകയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ചന്ദ്ര മനസ്സ് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചോദിക്കായിരുന്നു, അതിനെ കുറിച്ചും ഓർത്തില്ലല്ലോ എന്നൊക്കെ പറയണേ. എന്തായാലും ആ എമൗണ്ട് ഫിക്സ് ചെയ്യാം, നിങ്ങൾക്ക് പരാതിയില്ല എന്നുള്ള കാര്യം ഒന്ന് എഴുതി സൈൻ ചെയ്ത് തരണമെന്ന് പറയണേ. ഞാൻ പരാതിയില്ല എന്നുള്ള കാര്യം എഴുതി സൈൻ ചെയ്തിട്ട് അവസാനം പണം കിട്ടാതെ പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട വക്കീലാണെന്നുണ്ടെങ്കിൽ കൂടെ ഉള്ള ആളെടുത്ത് പണം കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. 2 ലക്ഷം രൂപ എടുത്തിട്ട് ചന്ദ്രമതിയുടെ മുന്നിൽ അങ്ങ് വെച്ചു കൊടുക്കുവാണേ. പണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചന്ദ്ര അതിലങ്ങ് ഫ്ലാറ്റ് ആവുമല്ലോ. ആ പോയിന്റ് പിടിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ വക്കീൽ പണി കൊടുത്തത്. പണം കണ്ടപ്പോൾ പണത്തിന്റെ പേരിലാണ് കേസ് പിൻവലിക്കാന്നുള്ള മൈൻഡ് വന്നത് കേട്ടോ. പക്ഷെ അത് അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. എന്തൊക്കെയോ പറയുന്നു. ഇപ്പോഴും എനിക്ക് അവൻ ചെയ്ത ആ തെറ്റൊന്നും അങ്ങ് മറക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ അവന്റെ പഠിപ്പ് പോകുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കേസ് പിൻവലിക്കാം. അതുകൊണ്ട് മാത്രമാണല്ലേ ചന്ദ്ര നീ സമ്മതിച്ചെന്നുള്ള കാര്യം ബാമ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. പണം കണ്ടിട്ടാണ് ചന്ദ്ര വീണെന്നുള്ള കാര്യം ബാമയ്ക്ക് നന്നായിട്ട് അറിയാലോ. ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ നീ ഒന്ന് ചുമ്മാതിരിക്കണെന്ന് പറയാണേ. ശരി ഞാൻ എന്തായാലും സൈൻ ചെയ്തുതരാം. ഇതിനടുത്ത് പേപ്പർ തരാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടല്ല, ഇൻസ്പെക്ടറുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ അവിടുന്ന് സൈൻ ചെയ്ത് തരണമെന്ന് പറയാണ്. പണം അപ്പൊ അവിടെ പോയാലേ കിട്ടുള്ളൂ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോൾ പണം നിങ്ങൾ ഇവിടുന്ന് എടുത്തോളൂ, സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ സൈൻ ചെയ്ത് തന്നാൽ മതി. കേസ് പിൻവലിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട് കേട്ടോ. ഈ പണം ഞാൻ വാങ്ങിയത് വീട്ടിലുള്ള ആരും അറിയാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നുണ്ട്. അതൊന്നുമില്ല, അതൊന്നും ആരും അറിയില്ല. നിങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഒരു പരാതി എഴുതി തന്നിട്ടുണ്ടല്ലോ, അത് പിൻവലിക്കാന്നുള്ള രീതിയിൽ സൈൻ ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടെന്ന് പറഞ്ഞ് നേരെ ബാമയുടെ കയ്യിലാണ് കേട്ടോ ആ പണം കൊടുക്കുന്നത്. ആ പണം ബാമയുടെ അടുത്ത് വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഞാൻ പിന്നെ മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ട്. രേവതി കാരണം നിനക്ക് 10 പൈസന്റെ ഗുണമില്ലെന്ന് പറയല്ലോ, ഇപ്പൊ അവള് കാരണല്ലേ നിനക്ക് 2 ലക്ഷം രൂപ വന്നതെന്നുള്ള കാര്യം ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ ചുമ്മാതാണോ, ആ മോഷ്ടാവിനെ വെറുതെ വിടുന്നതുകൊണ്ടല്ലേ, അതിന് ഇത് ദക്ഷിണയാണെന്നൊക്കെയാണ് കേട്ടോ ചന്ദ്ര പറയുന്നത്. സ്റ്റേഷനിലേക്ക് ചന്ദ്ര പോയിട്ട് പരാതി ഇതാക്കി കൊടുക്കുന്നൊന്നും കാണിക്കുന്നില്ല. പക്ഷെ വീട്ടില് അച്ഛനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സച്ചി വിളിക്കുമ്പോൾ തനിക്കിപ്പോ വേണ്ടാന്ന് പറയാണ്. കാരണം മൊത്തത്തില് മനസ്സിനൊരു വല്ലാത്ത വിഷമാണല്ലോ. സച്ചിക്കും രേവതിക്കും ഭയങ്കര വിഷമം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ രവിക്കും അത് വിഷമാണല്ലോ. അതുകൊണ്ട് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ആണെങ്കിൽ നിർബന്ധിച്ച് കൊണ്ടുപോകുമ്പോഴേക്കും വക്കീല് സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ശരത്തിന്റെ വിഷയത്തില് എന്തെങ്കിലും ചെയ്തോ എന്ന് വക്കീലിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ എന്നെ വിശ്വസിച്ച് വന്നവരെ ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്താറില്ല, നിങ്ങൾക്കും നല്ലത് നടന്നിട്ടുണ്ട് സാർ, എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ എല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി നിങ്ങളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ ശരത്തിന്റെ മേലെ കൊടുത്ത കേസ് പിൻവലിച്ചു എന്നുള്ള കാര്യം സച്ചിയെ അറിയിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സാർ ചുമ്മാ പറയുന്നതല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ നിങ്ങളുടെ അടുത്ത് ചുമ്മാ പറയുന്നത്, നിങ്ങളുടെ അമ്മ ഇപ്പൊ സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഇത് കുടുംബ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ കേസ് തന്നത് പിൻവലിക്കുകയാണെന്നുള്ള കാര്യം എഴുതി കൊടുത്തു. അങ്ങനെ സച്ചി സംസാരിക്കുന്ന കാണുമ്പോഴേക്കും രേവതി ആണെങ്കിൽ എന്താ കാര്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. ശരത്തിന്റെ മേലുള്ള കേസ് അമ്മ പിൻവലിച്ചു എന്ന് പറയണേ. ഇത് കേട്ടിട്ട് ഇരുന്നിടന്ന് വരെ എഴുന്നേക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രവി. സാർ എന്ത് വേണമെങ്കിലും ഈ ലോകത്ത് സംഭവിക്കാം, പക്ഷെ അമ്മയുടെ മനസ്സ് മാറ്റുക എന്ന് പറയുന്നത് കഷ്ടപ്പാടാണ് സാർ, അതെങ്ങനെ സാധിച്ചെടുത്തെന്ന് ചോദിക്കുമ്പോൾ ഞാനും ഒരുപാട് ക്ലയൻസിനെയൊക്കെ കണ്ടിട്ടില്ലല്ലേ സച്ചി, അങ്ങനത്തെ നിന്റെ അമ്മയെ ഏത് രീതിയിൽ കൺവിൻസ് ചെയ്യണം എന്നുള്ള കാര്യം എനിക്കറിയില്ലേ, സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും കാര്യങ്ങൾ മനസ്സിലാകും. സാർ എങ്ങനെയാ സാറിൻ്റെ അടുത്ത് നന്ദി പറയണമെന്ന് അറിയില്ല, സാർ ശരിക്കും വലിയൊരാളാണ്, ഞാൻ എന്റെ ജോലിയാണ് സച്ചി ചെയ്തത്, എന്തായാലും സാർ ഒരുപാട് നന്ദി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാനുണ്ട് സച്ചി. ഫോൺ വെച്ചതിന് ശേഷം രവിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. അല്ല സച്ചി നിന്റെ അമ്മ കേസ് പിൻവലിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതെ അച്ഛാ, വക്കീൽ അതാണ് പറഞ്ഞത്, ഇതോടുകൂടി എല്ലാ വിഷയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വലിയൊരു ആഹ്ലാദ പ്രകടനം തന്നെയാണ് കേട്ടോ സച്ചി അവിടെ നടത്തുന്നത്. സച്ചി കിടന്ന് ഒച്ചയെടുക്കുന്നത് കേൾക്കുമ്പോഴേക്കും എന്തിനാണ് ഇവിടെ കിടന്നിട്ട് ഒച്ചയെടുക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സ്തുതി വരുന്നുണ്ട്. ഞാൻ സന്തോഷമായിട്ട് ഇരിക്കേണ്ട, അതുകൊണ്ടാണ് ഒച്ച വെക്കുന്നത്, ഇവിടെ അമ്മ തിരിച്ചു വരാത്തത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും വിഷമിച്ചോണ്ടിരിക്കുമ്പോൾ നീ എന്താണ് ഇവിടെ കിടന്ന് സന്തോഷിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് അമ്മ കാരണമാണ് ഞാൻ സന്തോഷിക്കുന്നത്. എന്താ സച്ചേട്ടൻ പറയുന്നത്, അമ്മ കാരണമെന്ന് ചോദിച്ചിട്ട് ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ അമ്മ വലിയൊരു കാര്യം ചെയ്തു ചേച്ചി, മനസ്സിലാവുന്ന രീതി പറയുന്ന വർഷ പറയുന്നുണ്ട്. ഇത് നോക്ക് വർഷേ, ശരത്തിന്റെ മേല് അമ്മ കൊടുത്ത കേസ് പിൻവലിച്ചു എന്ന് സച്ചി അവിടുന്ന് പറയാണേ. പിൻവലിച്ചു എന്നോ, അതെങ്ങനെയെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതി സൈൻ ചെയ്ത് കൊടുത്തു. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ശ്രുതിക്കാണ് കേട്ടോ ആകെ ടെൻഷൻ, വലിയ എന്തോ കാര്യം ചെയ്യണം, മറ്റേ ദാസിനെ ഒതുക്കണം എന്നൊക്കെ വിചാരിച്ചു. ശ്രുതി ആ വീഡിയോ ഇറക്കിയതും വെറുതെ ആയിപ്പോയി. കാരണം രേവതിയെ ഒരു രീതിയിലും വീട്ടിൽ നിന്ന് പുറത്താക്കാനും പറ്റിയില്ല. ദാസിനെ അടിച്ചതിന്റെ പേരിൽ ശ്രുതിക്ക് തന്നെയാണ് 16ന്റെ പണിയായിട്ട് തിരികെ കിട്ടിയത്. ഇനി അത് മാത്രമല്ല കേട്ടോ, ഈ 2 ലക്ഷം രൂപ നമ്മുടെ ശ്രുതി മോഷ്ടിക്കുന്നുണ്ട്. കാരണം ദാസിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആന്റണി പണം വേണമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട്. അങ്ങനെ ഇത്രയും വലിയൊരു ചതി ചെയ്തത് ശ്രുതി ആയതുകൊണ്ട് തന്നെ ഇതിൽ ശരിക്കും പെട്ടിരിക്കുന്നത് ശ്രുതിയാണ്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ. താങ്ക്